കുടുംബത്തിൽ മുഴുവായിട്ടൊരു പ്രശ്നമുണ്ടാകുകയല്ല വരുന്നത്, വ്യക്തികളിലാണ് പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത്. അതിന് ചില കാരണങ്ങൾ ഞാൻ സ്നേഹത്തോടൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, നിഷേധമായ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദേഷ്യം, അല്ലെങ്കിൽ എപ്പോഴും സങ്കടം, അല്ലെങ്കിൽ എപ്പോഴും ഉത്കണ്ഠ. അത് നിഷേധപരമായ വികാരങ്ങളാണ്. അത് കുടുംബത്ത് പ്രശ്നങ്ങളുണ്ടാക്കും. ഓരോരുത്തരും ചിന്തിക്കണേ. പലവിധ സമ്മർദ്ദങ്ങൾ, കൂട്ടുകാരുടെ, ഭാര്യയുടെ, മക്കളുടെ, സമൂഹത്തിൻ്റെ ഈ സമ്മർദ്ദങ്ങൾ കുടുംബത്ത് വഴക്കുണ്ടാക്കാൻ കാരണമാകും. 3, അമിതമായ ക്ഷീണം, ഭയങ്കരമായ ക്ഷീണം. അതൊരു കാരണമാണെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആശയക്കുഴപ്പങ്ങൾ, ചില അബദ്ധ സിദ്ധാന്തങ്ങൾ, ചില നിരീശ്വര ചിന്തകൾ, ദൈവത്തെ മാറ്റി നിർത്തുന്ന ചില പ്രവണതകൾ, ആശയക്കുഴപ്പങ്ങൾ. 5, ഒറ്റപ്പെടൽ, ഏകാന്തത. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, അങ്ങനെ ഉൾവലിയുന്ന ഒരവസ്ഥ. 6, ഏകാഗ്രത കുറവ്. എന്ത് തുടങ്ങിയാലും പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ, ഏകാഗ്രത കുറവാണത്. 7, ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പറ്റുന്നില്ല. ഭക്ഷണമേശയിൽ ചെന്നാൽ വേണ്ട, കിടക്കാൻ പോയാൽ ഉറക്കവുമില്ല. അത് കുടുംബ പ്രശ്നം വ്യക്തികളിൽ ആരംഭിക്കുന്നതിന് കാരണങ്ങളാണ്. 8, ചങ്ങാതിമാരിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നും, കുടുംബാംഗങ്ങളിൽ നിന്നും, കുട്ടികളിൽ നിന്നുള്ള ഒരു അകൽച്ച, അടുപ്പമില്ലായ്മ. അത് കുടുംബ പ്രശ്നത്തിന് കാരണമാണ്. 9, മയക്കുമരുന്നുകളിലേക്കും മദ്യത്തിലേക്കുള്ള ഒരു ആകർഷണം ഈ കാലത്തുണ്ടാകുക. അവസാനമായി നിരാശ, ആത്മഹത്യ പ്രവണത. പൂർണ്ണമായി ഒരു കുടുംബത്ത്, ഒരു വ്യക്തിയിൽ നിന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ചില സൂചനകളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. മക്കളെ, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, എല്ലാ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.